മനസ്സമാധാനത്തിനായി കുറച്ച് സമയം എന്ന നമ്മുടെ ഈ സംഭാഷണ പരമ്പരയിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചത് നമ്മുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളെ കുറിച്ചും അത് എങ്ങനെ പുറന്തള്ളാം, അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, കോപം, പക, വിദ്വേഷം, മുൻകോപം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അവ നമ്മുടെ മനസ്സിൽ നിന്ന് എങ്ങനെ മാറ്റിക്കളയാം, അങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ ഭാരം എങ്ങനെ കുറയ്ക്കാം, എങ്ങനെ നമുക്ക് കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആകാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്തത്. ഈ പ്രാവശ്യം അതിൻ്റെ തുടർച്ചയെന്നോണം മനസ്സിൽ നിന്നും സ്വഭാവ രീതികളിൽ നിന്നും ഒഴിവാക്കപ്പെടേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചും അവ നമ്മുടെ മനസ്സിൽ ചെലുത്തുന്ന സ്വാധീനങ്ങളെക്കുറിച്ചും അതെങ്ങനെ നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കിയെടുത്ത് കുറേ കൂടെ ക്രിയേറ്റിവിറ്റി കൂട്ടിയെടുക്കാം, നെഗറ്റിവിറ്റി എങ്ങനെ കുറച്ചെടുക്കാം, പകരം എങ്ങനെ പോസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ആദ്യമായിട്ട് മനസ്സിൽ നിന്നും എടുത്തു കളയേണ്ട ഒരു കാര്യമാണ് സെൽഫ് പിറ്റി. സ്വയം തോന്നുന്ന ഒരു ബോധമാണത്, ഒരു അപകർഷതാ ബോധമാണത്. എനിക്ക് തന്നെത്താൻ ഒരു വിലയുമില്ല എന്ന് സ്വയം വിചാരിച്ച് ദുഃഖിക്കുന്ന കുറെ മനുഷ്യരുണ്ട്. അവരുടെ കാര്യം വളരെ സങ്കടകരമാണ്. നമ്മൾ കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നിയാലും അവർക്കത് സഹിക്കാവുന്നതിനപ്പുറത്താണ്. എന്നെക്കൊണ്ട് ഒരു കാര്യമില്ല, ആർക്കും എൻ്റെ ഒരു വിലയില്ല, ഞാനൊരു അഭിപ്രായം പറഞ്ഞാൽ അത് ആരും സ്വീകരിക്കുന്നില്ല, എൻ്റെ കൂടെ നിൽക്കാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും എന്നെ സ്നേഹിക്കാനും ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, നിസ്സഹായനാണ്. അങ്ങനെ പല രീതിയിൽ ആ മനുഷ്യനെ പിടിച്ച് ഒലയ്ക്കുന്ന ഒരു ചിന്തയാണ് ഈ സെൽഫ് പിറ്റി. സ്വയം വിലയില്ല എന്ന് തോന്നുന്ന ഒരവസ്ഥ വളരെ സങ്കടകരമാണ്. അത് മാറ്റിയെടുക്കാൻ നമുക്ക് പല മാർഗങ്ങളുണ്ട്. സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർ കുറേ കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യും. പക്ഷെ നമുക്ക് സ്വയം ചെയ്യാവുന്ന ലഘുവായ ഒരു മെത്തേഡ്, നമ്മൾ ഒരു സൗകര്യപ്രദമായൊരു മുറിയിൽ മറ്റാരുടെയും ഇൻ്റർവെൻഷൻ ഇല്ലാത്ത ഒരു മുമ്പിൽ ഒരു കണ്ണാടിക്ക് മുമ്പിൽ നിൽക്കുക, നമ്മുടെ പ്രതിബിംബം നമ്മൾ തന്നെ വ്യക്തമായി ആസ്വദിക്കുക. നല്ലവണ്ണം നോക്കി നിന്ന് നമ്മുടെ പ്രതിബിംബം നമ്മൾ തന്നെ ആസ്വദിക്കുക. വെറുതെ പ്രതിബിംബം നോക്കുന്നതും ആസ്വദിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ലെറ്റ് us എൻജോയ്. നമ്മളുടെ മുഖം നോക്കുക, നമ്മുടെ കണ്ണുകൾ നോക്കുക, നമ്മുടെ മൂക്ക് നോക്കുക, അങ്ങനെ ഓരോ ഭാഗങ്ങളും വ്യക്തമായിട്ട് നോക്കിയിട്ട് ആ പ്രതിബിംബത്തോട് നമ്മൾ പറയാണ്, ഐ ലവ് യു, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. നമ്മൾ സിനിമകളിൽ പ്രണയരംഗങ്ങളിലൊക്കെ ധാരാളമായിട്ട് കേൾക്കാറുണ്ടെങ്കിലും അതിൻ്റെ ഫുൾ ഡെപ്തിൽ നമ്മളെ തന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു സംഭവമാണ്. അത് നമ്മൾ നമ്മുടെ പ്രതിബിംബത്തിനെ നോക്കി ആസ്വദിച്ചുകൊണ്ട് ഐ ലവ് യു എന്ന് ആത്മാർത്ഥമായി ഉള്ളിൽ തട്ടി പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്ത എന്താണെങ്കിൽ, ഞാൻ ലവബിളാണ്, സ്നേഹിക്കപ്പെടുന്നവനാണ്, സ്നേഹിക്കപ്പെടാൻ അർഹതയുള്ളവനാണ്, ഐ എം എ ഗുഡ് പേഴ്സൺ, ഐ എം കേപ്പബിൾ. നമുക്ക് എന്തൊക്കെ നമ്മുടെ മനസ്സിൽ ഇല്ല എന്ന് തോന്നുന്നു അതെല്ലാം നമുക്ക് നമ്മുടെ പ്രതിബിംബത്തോട് പറയാം. ഐ ലവ് യു, ഐ എം ലവബിൾ, ഐ എം കേപ്പബിൾ, ഐ ക്യാൻ ഡു സോ മെനി തിങ്സ്, ഐ എം നോട്ട് അറ്റ് ഓൾ ഡെസ്പറേറ്റ്, ഐ എം ഹാപ്പി. അങ്ങനെ കുറച്ച് സമയം നമ്മൾ നമ്മുടെ പ്രതിബിംബത്തെ ആസ്വദിച്ചുകൊണ്ട് പ്രതിബിംബവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് തന്നെ
ഒരു വാല്യൂ ഉണ്ടാകുന്നതായിട്ടും ആ വാല്യൂ ഉയർന്നു വരുന്നതായിട്ടും നമുക്ക് മനസ്സിലാവും. സൈക്കോളജിക്കലി നല്ലൊരു പ്രാക്ടീസാണത്. അത് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്നത് സെൽഫ് പിറ്റിക്ക് പകരം സെൽഫ് എസ്റ്റീമാണ്. എനിക്ക് എന്നെക്കുറിച്ച് തന്നെയുള്ള ഒരു ഉയർന്ന മൂല്യങ്ങളുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്നുള്ള ചിന്ത. സെൽഫ് എസ്റ്റീം ഇല്ലാതെ നമുക്ക് പ്രവർത്തിക്കാൻ സാധ്യമല്ല. കാരണം നമ്മുടെ മനസ്സിലുള്ള അതർവൈസ് ഉള്ള ഫീലിംഗ് എനിക്കൊന്നും സാധിക്കില്ല, ഞാൻ എന്ത് ചെയ്താലും തെറ്റിപ്പോകും, ഞാൻ എന്ത് പറഞ്ഞാലും അത് തെറ്റിപ്പോകും, എന്നെ ആരും സപ്പോർട്ട് ചെയ്യില്ല, എൻ്റെ കൂടെ ആരുമില്ല, ഞാൻ പറഞ്ഞാൽ ആരും അത് എടുക്കില്ല, ഞാൻ 100,000 കാര്യങ്ങളാണ്. അതിന് പകരം ഐ ക്യാൻ ഡു, ഐ ക്യാൻ വിൻ, പീപ്പിൾ ആർ ലവിങ് മീ എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് വരാനാണ് നമ്മൾ ഈ പ്രാക്ടീസ് ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും ഫലമുള്ളതാണ്. നമുക്ക് യാതൊരു ചെലവുമില്ലാതെ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്നും ചെയ്യാൻ, സൗകര്യപ്രദമായി ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് ട്രൈ ടു ഡു ദാറ്റ്. ഇനി നമ്മുടെ മനസ്സിൽ നിന്നും നമ്മൾ തടഞ്ഞു നിർത്തേണ്ട, വളരെ കാര്യക്ഷമമായി തന്നെ തടഞ്ഞു നിർത്തേണ്ട ഒരു അനാവശ്യ വികാരമാണ് അമിതമായ ഭയം. എന്തിനോടും ഏതിനോടുമുള്ള പേടി, ഒരു കാരണവുമില്ലാതെ പേടി. കാര്യമുള്ള കാര്യങ്ങൾക്ക് പേടിയാവാം, അതാവശ്യമാണ്. പക്ഷേ ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് അനാവശ്യമായി പേടിക്കുന്ന ഒരു സ്വഭാവ രീതി പലർക്കുമുണ്ട്. കുറേയൊക്കെ അതിൻ്റെ കാരണം നമുക്ക് ചെറുപ്പത്തിൽ കിട്ടിയിട്ടുള്ള പാരൻറ്റിങ്ങിൽ വന്നിട്ടുള്ള ചില മിസ്റ്റേക്കുകളാണ്. അതായത് ഫോർ എക്സാമ്പിൾ, നമ്മളെ കുട്ടികളെ നമ്മൾ വളർത്തുമ്പോൾ മിക്കവാറും നമ്മൾ കുട്ടികളോട് പറയുന്നത് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അവിടെ പോകരുത്, അവിടെ നോക്കരുത്, അങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഓടരുത്, ചാടരുത്, കാലൊടിയും, നീന്തരുത്, മുങ്ങിച്ചാവും, റോഡ് ക്രോസ് ചെയ്യരുത്, വണ്ടി ഇടിക്കും. എല്ലായിടത്തും നമ്മൾ ഒരു റിസ്ക് പ്രൊജക്റ്റ് ചെയ്യുകയാണ്. അത് കുട്ടികളുടെ മനസ്സിലും അത് അങ്ങനെ തന്നെ ഇംപ്രഷൻ ആവുകയാണ്. എന്ത് ചെയ്താലും ഒരു റിസ്ക്. അങ്ങനെ അതിൽ നിന്നെല്ലാം നമ്മളൊരു റിസ്ക് അവോയ്ഡൻസാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. മറ്റു പല രാജ്യങ്ങളിലുള്ള വ്യക്തികളോട് സംസാരിക്കുമ്പോൾ അറിയാം, നമ്മളവരോട് ചോദിക്കുകയാണ് ഹൗ ആർ യു മിസ്റ്റർ സോൻസ്, ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ അവർ പറയുന്ന ഉത്തരം മിക്കവാറും ഐ എം വെൽ, ഐ എം ഫൈൻ, വാട്ട് അബൌട്ട് യു എന്നായിരിക്കും അവരുടെ സാധാരണ എനിക്ക് ഉത്തരം. എന്നാൽ നമ്മുടെ ഉത്തരം നോക്കിയാൽ മിക്കവാറും നമ്മൾ പറയുന്നത് എന്തായിരിക്കും? ആ കുഴപ്പമില്ല, വലിയ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ പോകുന്നു. നമ്മുടെ ഉത്തരങ്ങളിലെല്ലാം ഒരു നെഗറ്റിവിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുതന്നെയാണ് നമ്മുടെ പ്രവൃത്തിയിലും വരുന്നത്. അതിൻ്റെ കാരണം കുറേയൊക്കെ പാരൻറ്റിങ്ങിൻ്റെ ഭാഗമാണ്. പക്ഷെ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ദറ്റ്സ് ഓവർ. അതുപോലെ തന്നെ ഈ അകാരണമായ ഭയം മനസ്സിൽ വരുന്നതിൻ്റെ മറ്റൊരു കാരണമാണ് റെസിസ്റ്റൻസ് ടു ചേഞ്ച്. നമുക്കറിയാം, ചേഞ്ച് എന്നുള്ളത് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, ചേഞ്ച് ഇല്ലാത്ത ഒരു കാര്യവും ലോകത്തിലില്ല, എല്ലാം ചേഞ്ചിന് വിധേയമാണ്. പക്ഷേ നമ്മുടെ മനസ്സിൽ ഈ നെഗറ്റിവിറ്റി കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ, നമുക്ക് നെഗറ്റിവിറ്റി ഉണ്ട്, അതിനോടനുബന്ധിച്ചുകൊണ്ട് നമുക്ക് റെസിസ്റ്റൻസ് ചേഞ്ച് വളരെ കൂടുതലാണ്. ഇടതുവശത്ത് വയ്ക്കുന്ന, ടേബിളിൽ വയ്ക്കുന്ന ഒരു ഡയറി എടുത്ത് വലതുവശത്തോട്ട് വയ്ക്കാൻ പോലും നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ട്. നമ്മുടെ മനസ്സ് പറയുന്നത് എന്തിനാപ്പോൾ അത് ചെയ്യുന്നത്, ഇപ്പം എല്ലാം സ്മൂത്തായിട്ട് പോകുന്നുണ്ടല്ലോ, ഇതിന് വൈ ഷുഡ് ഐ ഡു ദിസ്, അത് ചെയ്താൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായാലോ, എന്തെങ്കിലും ഒരു റിസ്ക് വന്നാലോ, സോ അൺനെസസറിലി വൈ ഷുഡ് ഐ ടേക്ക് എ റിസ്ക്, എന്തിനാണ് ഞാൻ റിസ്ക് എടുക്കുന്നത്, അവിടെ തെളിയുന്നുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ പുതിയതായിട്ടൊന്നും സംഭവിക്കാൻ നമ്മൾ ഇട കൊടുക്കുന്നില്ല. കാരണം ചേഞ്ച് ഇല്ലാതെ ഇന്നോവേഷൻസ് ഉണ്ടാവില്ല. പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതും പുതിയ പുതിയ കാര്യങ്ങൾ സംഭവിക്കുന്നതും ഒക്കെ റെസിസ്റ്റൻസിൻ്റെ ഓവർകം ചെയ്താലേ പറ്റുള്ളൂ. റെസിസ്റ്റൻസ് ചേഞ്ച് ഓവർകം ചെയ്യണം. എന്തൊരു കാര്യം പുതിയതായിട്ട് സംഭവിക്കണമെങ്കിൽ ഒരു കണ്ടുപിടുത്തമായാലും ഒരു മാർഗമായാലും ഒരു രീതിയാണെങ്കിലും എല്ലാത്തിനും ചേഞ്ച് ആവശ്യമാണ്.
അപ്പോൾ ചേഞ്ച് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ, റെസിസ്റ്റൻസ് ടു ചേഞ്ചാണ് നമ്മളിൽ കൂടി നിൽക്കുന്നതെങ്കിൽ പുതുതായിട്ട് നമ്മളൊന്നും ചെയ്യില്ല. നമ്മൾ ആ പഴയ പോലെ തന്നെ ജീവിച്ചങ്ങോട്ട് പോകും. കാരണം അത് റിസ്ക് എടുക്കാനുള്ള മടിയാണ്, റിസ്ക് അവോയ്ഡൻസാണ്. അത് നമ്മൾ ഓവർകം ചെയ്തേ പറ്റുള്ളൂ. അതുള്ള വഴി എന്തിനെയാണോ നമ്മൾ പേടിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനോടാണോ നമുക്ക് റെസിസ്റ്റൻസ് ഉള്ളത്, അത് തന്നെ ചെയ്യുക എന്നുള്ളതാണ്. ട്രൈ ടു ഡൂ ദാറ്റ്. ഭയമുള്ളവരോട് നമ്മൾ പറയുന്നൊരു കാര്യം അതാണ്, എന്തിനെയാണോ പേടി അത് ഫേസ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെ ഓവർകം ചെയ്യണം എന്നുള്ള വഴികൾ നമ്മുടെ മനസ്സ് തന്നെ നമുക്ക് പറഞ്ഞു തരും. നമ്മുടെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ ഈ ഫോബിയാസ്, നമ്മുടെ ഭയങ്ങൾ പറയുകയാണെങ്കിൽ പല മെത്തേഡ്സ് അവർ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നൊരു മെത്തേഡ് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നൊരു മെത്തേഡാണ്. ഓഫ് കോഴ്സ് നമുക്ക് തന്നെത്താൻ ചെയ്യാൻ പറ്റുന്നതല്ല, പക്ഷേ ഞാനത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അത് വേറെ ഒന്നുമല്ല, എന്തിനോടാണോ ഭയം അതുമായിട്ട് ചെറിയ രീതിയിൽ നമ്മളെ ഇൻട്രാക്ട് ചെയ്ത്, ചിന്തയിൽ കൂടെ ഇൻട്രാക്ട് ചെയ്ത് നമുക്ക് ആ ഭയം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സ്. വെള്ളത്തിനോട് പേടിയുള്ള ഒരാൾ ജലവുമായിട്ട് സമ്പർക്കം ചിന്തയിൽ കൊണ്ടുവന്ന് മെല്ലെ ഈ ജലം പേടിക്കേണ്ട ഒരു സാധനമല്ലെന്നും, ഈ ലോകത്തിൽ എല്ലാവരും ജലവുമായിട്ട് ഇടപഴകുന്നുണ്ടെന്നും, അവർക്ക് ആർക്കും ഒരു അപകടവും സംഭവിക്കുന്നില്ലെന്നും, അതുകൊണ്ട് ഞാൻ ജലത്തിന് അമിതമായി ഭയപ്പെടേണ്ട ആവശ്യമില്ലെന്നൊക്കെ മനസ്സിനെ ബോധ്യപ്പെടുത്തുക. അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആ ഒരു ചിന്ത കടത്തിവിടുക. അത് ഒരു സൈക്കോളജിസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ അത് തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ള മെത്തേഡ്. ചെറിയ കാര്യങ്ങളിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ ഡയറി അടുത്തുനിന്ന് വലത്തോട്ട് വെച്ചാൽ ഒരു റിസ്ക് ഉണ്ടോ? സാധാരണ മനുഷ്യർക്കില്ല. പക്ഷേ അനാവശ്യമായ ഭയമുള്ള ഒരാൾ, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള റെസിസ്റ്റൻസ് ടു ചേഞ്ച് കൂടുതലുള്ള ആൾ ചെയ്യില്ല. അത് അവിടെ നോക്കുന്നു. അതിന് പകരം ലെറ്റ് ഹിം ഡു ദാറ്റ്. അത് ചെയ്തിട്ട് എന്ത് വരുന്നു എന്ന് നോക്കട്ടെ. അല്ലെങ്കിൽ ഒരു മത്സരത്തിന് പോകുമ്പോൾ, ഒരു മത്സര പരീക്ഷയ്ക്ക് പോകുമ്പോൾ വെള്ള ഷർട്ടിട്ട് പോയില്ലെങ്കിൽ അത് കൊടുക്കും. കാരണം എന്നോ നല്ല മാർക്കിൽ വിജയിച്ചപ്പോൾ അദ്ദേഹം ഇട്ടിരുന്നത് വെള്ള ഷർട്ടായിരുന്നു. അത് മനസ്സിലുറച്ചു. ആ വെള്ള ഷർട്ട് മാറ്റാൻ ഒരു റെസിസ്റ്റൻസ്. ആ വെള്ള ഷർട്ട് തന്നെ തപ്പി പിടിച്ചെടുത്ത് ഇട്ട് ഇൻ്റർവ്യൂവിന് പോവുക. അത് റെസിസ്റ്റൻസ് ചേഞ്ചാണ്. ആ വെള്ള ഷർട്ട് ഇട്ടപ്പോൾ എനിക്ക് മാർക്ക് കിട്ടി, അതുകൊണ്ട് വെള്ള ഷർട്ട് തന്നെ ഇടുക എന്നുള്ളത് അതൊരു ഒബ്സഷനായിട്ട് മാറുകയാണ്. അവിടെ ചെയ്യാനുള്ളത് മറ്റൊരു ഷർട്ടിട്ട് പോയിട്ട് എന്ത് സംഭവിക്കുന്നു എന്ന് കാണുകയാണ്. നമുക്കറിയാം ഷർട്ടും ഇൻ്റർവ്യൂ ആയിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പം നമ്മളവിടെ പോയി വിജയിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിന് ബോധ്യപ്പെട്ടു, വെള്ള ഷർട്ട് വേണമെന്നില്ല, അതല്ല വിജയം തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് അത് മാറ്റിയെടുക്കുന്നത്. ബൈ ഫേസിങ് ദാറ്റ്. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്ന് പറയും. അത് തന്നെയാണ് എൻ്റെ രീതി. എന്തിനാണോ ഭയം അതിനെ തന്നെ ഫേസ് ചെയ്തുകൊണ്ട് അത് ഭയപ്പെടാനുള്ളതല്ല എന്ന് സ്വയം ബോധ്യപ്പെടുക. ചെറിയ കാര്യങ്ങളിൽ നമുക്കത് ചെയ്യാൻ പറ്റും. വലിയ കാര്യങ്ങളിൽ ഓഫ്കോഴ്സ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരാം. പക്ഷെ സാധാരണ നിലയ്ക്ക് ഇത് മതിയാവും. അതുപോലെ തന്നെ ഭയപ്പെടുന്ന ആളുകളോട് നമ്മൾ പറയുന്ന ഒരു തത്വമുണ്ട്, ഒരു പ്രിൻസിപ്പിൾ. നിങ്ങൾ ഭയപ്പെടുന്ന കാര്യങ്ങളിൽ 100% കാര്യങ്ങളിൽ 95% തനിയെ ഒഴിഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. കാലത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അത് സംഭവിക്കില്ല, അതങ്ങ് മാറിപ്പോകും. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടേണ്ട കാര്യമില്ല, അല്ലേ? തന്നെ ഒഴിഞ്ഞു പോകണം. ബാക്കിയുള്ള 5% അതെങ്ങനെയായാലും സംഭവിക്കും, അത് സംഭവിക്കാനുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടിട്ടും ഒരു കാര്യമില്ല. ഇൻ ടോട്ടൽ ഈ 100% കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആകുലപ്പെട്ടിട്ട് കാര്യമില്ല. 95% ഒഴിഞ്ഞു പോകും, 5% സംഭവിക്കും. ഇത് രണ്ടിലും നമുക്കൊരു റോളുമില്ല. ബൈബിളിൽ പറയുന്ന പോലെ ആകുലപ്പെട്ടതുകൊണ്ട് നിങ്ങളുടെ ആയുസ് ഒരു മുഴം നീട്ടാൻ നിങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കില്ല. നമ്മളുടെ ഒരു മുടിഞ്ഞാല് കൊഴിയുന്നത് ആകുലപ്പെട്ടതുകൊണ്ട് നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റുമോ? പറ്റില്ല. അത്ര ചെറിയൊരു കാര്യം പോലും നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ, ആകുലപ്പെട്ടുകൊണ്ട് നടക്കില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആകുലപ്പെടുന്നത്? ആ ഒരു തത്വം മനസ്സിൽ ഉറപ്പിക്കുക, ആ തത്വത്തിൽ വിശ്വസിക്കുക. അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അനാവശ്യമായ ഭയം
കുറേ അധികം നമുക്ക് മാറി കിട്ടും. അത് മാറുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ക്രിയേറ്റീവാകും. കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ധൈര്യം വരും. റെസിസ്റ്റൻസ് ടു ചേഞ്ച് നമ്മൾ മാനേജ് ചെയ്യും. അതൊരു ടോപ്പിക്കാണ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, മാനേജ്മെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ടു ചേഞ്ച്. കാരണം അതാണ് നമ്മളെ പുരോഗതിയിലേക്ക് നയിക്കുന്നത്. ചേഞ്ച് ഇല്ലാത്ത ഒന്നുമില്ല. ആ ചേഞ്ച് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ചേഞ്ചസ് ചെയ്യാൻ തയ്യാറാകുമ്പോൾ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കും. അത് സക്സസ് ആണെന്ന് കാണുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കൂടും. അനാവശ്യമായുള്ള ഭയങ്ങൾ ഒഴിഞ്ഞു പോകും. ഐ ആം സക്സസ്ഫുൾ എന്ന് നമ്മുടെ മനസ്സ് തന്നെ നമ്മളോട്. ലെറ്റ് us try for that. Thank you.